സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എന്താണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം? എന്താണ് നമുക്ക് സന്തോഷമില്ലാത്തത്? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നത് സംരക്ഷണമുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മളോട് അവൻ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരിതത്തിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയോ? ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ ആരോടെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയോ? എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. അത് മനസ്സിലാക്കിയെടുക്കും തോറും നമ്മുടെ ആ ദൗത്യത്തിലേക്കുള്ള ആ ഒരു ശ്രമം, എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ സമാധാനം വ്യത്യസ്തമാണ്. വിപരീതങ്ങളുടെ ഇടയിൽ അവൻ യേശുവിനെ കണ്ടെത്തുമ്പോൾ അവൻ അനുഭവിക്കുന്ന സമാധാനം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിനക്ക് പറയാനുള്ളത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വചനമനുസരിച്ച് ഈശോയെ പ്രസംഗിക്കാം. ഒന്ന് പുഞ്ചിരിച്ചാണെങ്കിലും നമ്മുടെ മിനിസ്ട്രി നമുക്ക് തുടങ്ങാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.